അഡ്വക്കേറ്റ് സേനാപതി വേണു, ഭരണഘടനാ ബെഞ്ച് തീരുമാനമെടുക്കേണ്ടിടത്ത് 2 ജഡ്ജിമാർ തീരുമാനം എടുക്കുന്നു. മാത്രമല്ല അതിപ്പോൾ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഈ 2 ജഡ്ജിമാരുടെ പൊളിറ്റിക്കൽ ലീനിയൻസിയും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അവിടെയാണ് ഉപരാഷ്ട്രപതി ഇടപെടുന്നതും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നതും. ഇങ്ങനെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് അതിര് കടന്ന ഒരു ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ചോദിക്കുന്നത് രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയാണ്. മാത്രമല്ല അദ്ദേഹം ചോദിക്കുന്നു, നിയമം ബാധകമല്ലാത്തൊരു വിഭാഗം ഇവിടെയുണ്ടോ? നിയമത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായി രാജ്യത്തെ ജുഡീഷ്യറി മാറുന്നു. ആ ഒരു ആശങ്ക വളരെ ഗൗരവത്തോടെ തന്നെയല്ലേ എടുക്കേണ്ടത്? ശ്രീ നമ്പ്യാര്, വളരെ പരിണിതപ്രജ്ഞരായ 3 നിയമവിദഗ്ധർ, ഒന്ന് മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സി അസഫ് അലി സാറ്, അതുപോലെ തന്നെ പ്രഗത്ഭനായ അഭിഭാഷകൻ ശ്രീ പത്മനാഭൻ സാറ്, അതുപോലെ തന്നെ യശ്വന്ത് ഷെണായി, ഇവര് ഈ കാര്യത്തെക്കുറിച്ച് വളരെ സമഗ്രമായി, പോസിറ്റീവായി നെഗറ്റീവായി ഇവരുടെ ഒരു വിശകലനം നടത്തി. ഞാൻ ഒരു ഭരണഘടനാ വിദഗ്ധനല്ല, പക്ഷേ എൻ്റെ നിയമപഠനത്തിൽ LLB-യിലും LLM-ലും എൻ്റെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആയതുകൊണ്ട് ഇതിനെ പഠിക്കാനുള്ള ഒരു അവസരം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതൊരു അറിയാനും അതോടൊപ്പം തന്നെ എൻ്റെ പരിമിതമായ കാര്യങ്ങൾ നിരത്താനും ഞാനിത് ഒരു അക്കാദമിക് ഇൻട്രസ്റ്റിൽ ഇതിനെ വിനിയോഗിക്കാൻ, ഈ അവസരം വിനിയോഗിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, ഈ ഭരണഘടനാ ദിവസം എന്ന് പറയുന്നത് 1949 നവംബർ 26 അപ്പൊ 25-ാം തീയതി വൈകിട്ട് ഡോക്ടർ അംബേദ്കർ ഭരണഘടനാ കമ്മിറ്റിയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. പ്രസംഗം ഇംഗ്ലീഷിലായിരുന്നു. അതിന്റെ ഒരു മലയാള പരിഭാഷയുടെ ഒരു 2-3 ലൈൻ ഞാൻ അങ്ങയുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഭരണഘടനയെ പ്രതിരോധിച്ചുകൊണ്ട് എത്രത്തോളം വാദമുഖങ്ങൾ ഉന്നയിക്കാമോ അതെല്ലാം എന്റെ സുഹൃത്തുക്കളായ സർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യരും മിസ്റ്റർ TT കൃഷ്ണമാചാരിയും ഉന്നയിച്ചു കഴിഞ്ഞു. തന്മൂലം ഭരണഘടനയുടെ മേന്മകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു ഭരണഘടന, അതാണ് നമ്പ്യാരെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഭരണഘടന എത്രത്തോളം നല്ലതായിരുന്നാലും ഭരണഘടന കൈകാര്യം ചെയ്യാൻ ബാധ്യസ്ഥരായ ആളുകൾ ചീത്തയാളുകളാകുകയാണെങ്കിൽ ഭരണഘടനയും മോശമായി തീരാൻ സാധ്യതയുണ്ട്. അപ്പോ എത്രയോ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഡോക്ടർ BR അംബേദ്കർ ആ ഭരണഘടനാ ദിനത്തിന്റെ തലേദിവസം നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഇവിടെ നമുക്ക് ഒരു ജനറൽ കൺസെപ്റ്റ് ഉണ്ടല്ലോ, കിങ് ക്യാൻ ഡു നോ മിസ്റ്റേക്ക്. രാജാവ് തെറ്റ് ചെയ്യല എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. രാജാവ് തെറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രപതിയുടെ അധികാരവും ഗവർണർമാരുടെ അധികാരവും അവർക്ക് ബില്ലൊപ്പിടുന്നതിനുള്ള സമയവും ഇതൊക്കെ നിശ്ചയിക്കുമ്പോൾ നമുക്കറിയാമല്ലോ എത്രയോ പ്രഗത്ഭരായ ആളുകളാണ്. KM മുൻഷി എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഗുജറാത്തിൽ നിന്നുള്ള ഏറ്റവും പ്രമുഖനായ നിയമജ്ഞൻ. അതുപോലെ തന്നെ ശ്രീ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ 15 വർഷക്കാലം മദ്രാസ് പ്രസിഡൻസിയിൽ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ടിരുന്നയാള്. അതുപോലെ തന്നെ ശ്രീ BN റാവു, അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ അസഫ് അലി സാർ സൂചിപ്പിച്ചു. അന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളിലെല്ലാം സഞ്ചരിച്ച് ഭരണഘടനയെ കുറിച്ച് കുറിപ്പുകൾ എഴുതി ആ കുറിപ്പുകൾ ഭരണഘടനാ കമ്മിറ്റിയിൽ കൊടുത്ത് അതിൽ വലിയ വിശകലനം നടത്തുന്ന ആളായിരുന്നു ശ്രീ BN റാവു. അപ്പൊ ഇവരെല്ലാം ചേർന്ന് എഴുതി ഉണ്ടാക്കിയ ഈ ഭരണഘടനയിൽ ഇങ്ങനെ ചില കാര്യങ്ങളിൽ എന്തുകൊണ്ട് അതിന് കൃത്യമായ ഒരു നിർവചനം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അത് ശ്രീപത്മനാഭൻ പറഞ്ഞ ഒരു കാര്യത്തെയാണ് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഭരണഘടനാ സ്ഥാപനവും മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിലേക്ക് കൈ കടത്തില്ല എന്ന ഒരു വിശ്വാസമായിരുന്നു. ആ വിശ്വാസം പരിരക്ഷിക്കപ്പെടേണ്ടതുമാണ്, അത് തുടർന്നു വരേണ്ടതുമാണ്. ഇവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നയാള്, അല്ലെങ്കിൽ ഇന്ന് ഈ പ്രസംഗം നടത്തിയിരിക്കുന്നയാള് ബഹുമാന്യനായ ഉപരാഷ്ട്രപതിയാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 142 ഹാസ് ബിക്കം എ ന്യൂക്ലിയർ മിസൈൽ against democratic forces available to judiciary 24/7. അപ്പോ ഇദ്ദേഹം ഇത് പറയാനുള്ള ഒരു കാരണമെന്ന് ചോദിച്ചാൽ അത് നമ്പ്യാരെ അതിനകത്ത് ഒരു അല്പം രാഷ്ട്രീയമുണ്ട്. കാരണം ഇദ്ദേഹവും ജഗദീപ് ധൻഖറും RN രവിയും അതുപോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനും ഇവർ 3 പേരും ഒരേ സമയത്ത് ഗവർണർമാരായിട്ട് ഇരുന്നവരും ഇവര് അതാത് ഗവൺമെന്റുകൾക്കെതിരെ, അതിപ്പോ ശരിയോ തെറ്റോ എന്നുള്ളത് ഇപ്പൊ കാലം തീരുമാനിക്കട്ടെ, അതൊന്നും ഇപ്പൊ നമ്മുടെ ഒരു വിഷയത്തിൽപ്പെട്ടതല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടുന്ന് പോയി, RN രവി ഇപ്പൊ എപ്പോ മാറുമെന്നറിയില്ല. ജഗദീപ് ധൻഖർ ബംഗാളിൽ നിന്ന് അദ്ദേഹം മാറി, അദ്ദേഹം ഉപരാഷ്ട്രപതിയായി. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാള് അതിൻ്റെ അകത്ത് പറയുമ്പോൾ പണ്ട് അദ്ദേഹം ഗവർണറായിട്ടിരുന്നപ്പോഴുള്ള അദ്ദേഹത്തിന്റെ ആ മനസ്സ് കൂടി വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഇപ്പൊ നമുക്ക് ഭരണഘടനയുടെ എന്താ നമ്മുടെ രാജ്യത്തെ സുപ്രീം അതോറിറ്റി? ഒരു സംശയവും വേണ്ട, പാർലമെന്റ് ആണ്. അതാണല്ലോ ഭരണഘടനയുടെ പ്രിയാമ്പിൾ തന്നെ തുടങ്ങുന്നത്, വി ദ പീപ്പിൾ. പാർലമെന്റ് ആണ് സുപ്രീം അതോറിറ്റി. ഒരു സംശയവും ഇല്ല. കാര്യത്തിൽ നിയമങ്ങൾ പാർലമെന്റ് പാസ്സാക്കുക, അതിൽ കോടതികൾ വ്യാഖ്യാനം ചെയ്യുക എന്നുള്ളതാണ്.
പക്ഷെ അസഫ് അലി സാർ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പൊ മൃഗീയമായ ഭൂരിപക്ഷമുള്ള ഒരു കൂട്ടര് ഞങ്ങൾ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ മത്സരിക്കേണ്ട, ഞങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ മതി എന്നുള്ള ഒരു നിയമം പാർലമെന്റിൽ പാസ്സാക്കുക. അങ്ങനെ പാസ്സാക്കാൻ പറ്റുമോ? ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പാസ്സാക്കാനായിട്ട് പറ്റുമോ? ഞാൻ ചോദിക്കുന്ന, പാർലമെന്റ് പാസ്സാക്കുന്ന ഈ നിയമങ്ങളിലോ അല്ലെങ്കിൽ ഭരണഘടനയിൽ വ്യാഖ്യാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലോ അതൊരു ജുഡീഷ്യൽ റിവ്യൂവിന് 142 സുപ്രീം കോടതിക്ക് ഒരു അധികാരം കൊടുക്കുന്നു. ആ 142 എന്ന് പറയുന്ന അധികാരം അത് വെറുതെ കൊടുത്തതല്ല. ഭരണഘടന എഴുതിയുണ്ടാക്കിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ നിയമജ്ഞന്മാര് എല്ലാം അവരുടെ ലോകത്തെ മറ്റ് ഭരണഘടനയെല്ലാം കണ്ടു പഠിച്ചപ്പോ അത് ആ ഒരു റിവ്യൂവിനുള്ള അധികാരം അല്ലെങ്കിൽ സുപ്രീം കോടതിക്കുള്ള ഒരു പവർ അത് 142 കൃത്യമായി പറഞ്ഞിരിക്കുക. അതൊക്കെ സേനാപതി വേണു, ആ അധികാരം ജുഡീഷ്യസ് ആയിട്ടാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ഭരണഘടന കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അത് കോടതിയിലാകട്ടെ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവിലാകട്ടെ, മോശമായ ആളുകളോ മോശം ചിന്താഗതികളോ ആളുകളോ ഉണ്ട് എങ്കിൽ ഭരണഘടന ദുരുപയോഗം ചെയ്യപ്പെടാമെന്ന് 46-ൽ തന്നെ ഡോക്ടർ അംബേദ്കറിനെ പോലെ ഒരാൾ പറയേണ്ടി വന്നു. ഇവിടെ നമ്മളിപ്പോ വേറെ ഒന്നും പോകണ്ടല്ലോ. 143-3 വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇങ്ങനെ ഒരു ഭരണഘടനാ വിഷയമായ ഒരു കാര്യത്തെക്കുറിച്ച് തർക്കം വന്നു കഴിഞ്ഞാൽ അത് 5 അതിലപ്പുറത്തേക്കുള്ള അംഗങ്ങൾ, 5-ലധികം അവരുടെ ഒരു റിവ്യൂ ഇതിനകത്ത് ഉണ്ടാകണം എന്നുള്ള കാര്യം അത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണ്? ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതാണ്, ആർട്ടിക്കിൾ 200 പ്രകാരം ഒരു ബില്ല് എത്ര കാലത്തേക്ക് താമസിപ്പിക്കാം. ഇപ്പൊ 4.25 വർഷമൊക്കെ ഒരു ബില്ല് താമസിപ്പിക്കുമ്പോൾ ഈ കാര്യമൊക്കെ ഇനി ഭരണഘടനയുടെ 5-അംഗ ബെഞ്ചിലേക്ക് പോയിട്ട് ഏത് കാലത്ത് ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും എന്നതുകൊണ്ട് ഒരുപക്ഷെ അതൊരു സദുദ്ദേശത്തിലായിരിക്കാം. ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർ അത് സദുദ്ദേശത്തിലായിരിക്കാം ചെയ്യുന്നത്. നമുക്കതേ വിശ്വസിക്കാൻ കഴിയൂ. കാരണം നമുക്ക് ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യാം. നീതിപീഠത്തിൽ ഇരിക്കുന്ന ആളുകൾ ഇപ്പൊ ഏതെങ്കിലും ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടു, അതൊക്കെ ലക്ഷങ്ങളിലൊന്നോ 1000-ലൊന്നോ ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു സദുദ്ദേശത്തിലായിരിക്കാം ഇവർ അത് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് എന്നെ പോലുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾ കരുതുന്നത്. അതൊരിക്കലും പാർലമെന്റിന്റെ അധികാരത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമായി എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ ഒരു സംശയവും വേണ്ട, പാർലമെന്റിന് നിയമം പാസ്സാക്കാൻ അതിൽ തന്നെ വ്യവസ്ഥകൾ പറയുന്നുണ്ടല്ലോ. ഇനിയിപ്പോ സുപ്രീം കോടതി എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു തീരുമാനത്തെ സംബന്ധിച്ച് അതിൽ തെറ്റായ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഇത് ഇന്നതാണ് ശരി എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി നിയമം പാസ്സാക്കാനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. അപ്പോ ഇവിടെ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ, കാരണം ഇതിനെയൊക്കെ പവിത്രമായിട്ട് കാണുന്ന ഒരു പൊതുസമൂഹം, അവർ വിചാരിക്കുന്നത് ഇതൊക്കെ നന്നായിട്ട് പോകണം എന്നുള്ളതാണ്. അതല്ലാതെ പാർലമെന്റും ജുഡീഷ്യറിയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, ജുഡീഷ്യറിയും പാർലമെന്റുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അതൊന്നുമല്ല ഈ രാജ്യത്ത് നിയമം ബഹുമാനിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം സുതാര്യമായിട്ട് പോകണം, സത്യസന്ധമായിട്ട് പോകണമെന്നാണ് ഈ രാജ്യത്തെ ജനകോടികൾ ആഗ്രഹിക്കുന്നത്. കാരണം നിയമവാഴ്ച തകർന്നാൽ, റൂൾ ഓഫ് ലോ, ആ സംവിധാനം അതിൽ പുഴുക്കുത്തുകൾ വരികയോ അതിൽ തെറ്റായ പ്രവണതകൾ വരികയോ ചെയ്താൽ നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന ഈ നാട്ടിലെ പൊതുസമൂഹമുണ്ട്, പൗരസമൂഹമുണ്ട്, അവരുടെ മനസ്സിൽ പല സംശയങ്ങളും ഉണ്ടാകും. ജഗദീപ് ധൻഖർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് നോട്ടുകൾ, കെട്ടുകണക്കിന് നോട്ടുകൾ കത്തുന്നു. 15 കോടിയോ 20 കോടിയോ, ബാർ അസോസിയേഷൻ പറഞ്ഞ് 15 കോടി. അവർ ആ കെട്ടിന്റെ ഒരു എണ്ണമൊക്കെ വെച്ച് പറഞ്ഞതാണ്. ഇത് എവിടുന്ന് വന്നു, ഇതാര് കൊണ്ടുവന്നു, ഈ കാര്യമൊക്കെ അന്വേഷിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല ഇത്രയും ദിവസമായിട്ട്. അല്ല, ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് ഇതിനെക്കുറിച്ചുള്ള അവിടെയാണ് അദ്ദേഹം പറഞ്ഞത്, സാധാരണക്കാരുടെ വീട്ടിലാണെങ്കിൽ റോക്കറ്റ് വേഗത്തിൽ നടപടി ഉണ്ടാവുന്നു, ജഡ്ജിയുടെ കാര്യത്തിൽ കാളവണ്ടിയുടെ വേഗത പോലും ഇല്ല എന്നുള്ളത്. കാളവണ്ടിയുടെ വേഗത്തിലും ഇല്ല, ഇവിടെ കാളവണ്ടിയുടെ വേഗത്തിലൂടെ ഒരു വേഗത്തിലുമില്ല, സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ കാര്യത്തെക്കുറിച്ച് ഈ നിമിഷം വരെ, നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ നിമിഷം വരെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം നടന്നതായിട്ടോ അല്ലെങ്കിൽ ഇത് ഒരു റിപ്പോർട്ട് വന്നതായിട്ടോ കാണുന്നില്ല. അപ്പോ ഞാൻ ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിലും അല്ലെങ്കിൽ നിയമവിദ്യാർത്ഥി എന്ന നിലയിലും എന്നെ പോലുള്ള ആളുകൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഭരണഘടനാ സ്ഥാപനങ്ങൾ അതിർവരുമ്പുകൾ ലംഘിക്കാതെ, അത് ശ്രീപത്മനാഭൻ സാറ് അദ്ദേഹം പറഞ്ഞ ആ പദം തന്നെയാണ്, ലക്ഷ്മണ രേഖകൾ ലംഘിക്കാതെ ഈ സ്ഥാപനങ്ങൾ പവിത്രമായി പോയി എങ്കിൽ മാത്രമേ ആളുകൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസവും അതോടൊപ്പം തന്നെ നിയമവാഴ്ചയിലുള്ള വിശ്വാസവും നിലനിൽക്കുകയുള്ളൂ. റൂൾ ഓഫ് ലോ ഇറ്റ് മസ്റ്റ് ബി പ്രിസർവ്ഡ്. അതാണ് ഒന്നാം ഘട്ടത്തിൽ ശ്രീ നമ്പ്യാർ. ഓക്കെ, ലക്ഷ്മണ രേഖയുണ്ട്, പക്ഷേ അത് തിരുത്തി എഴുതേണ്ട സമയം കൂടിയാണോ ഇത്, അല്ലേ എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു.